الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقطعناهم في الأرض أمما منهم الصالحون ومنهم دون ذلك وبلوناهم بالحسنات والسيئات لعلهم يرجعون فخلف من بعدهم خلف ورثوا الكتاب يأخذون على الله هذا الأدنى ويقولون سيغفر لنا وإن يأتهم أرض مثله يأخذوه ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا على الله إلا الحق ودرسوا ما فيه والدار الآخرة خير للذين يتقون فلا تعقلون والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المصلحين സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. ഇസ്രായേൽ സമൂഹത്തെ ദീർഘമായി നിരൂപണം ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ അവസാന ഭാഗം അള്ളാഹു മാനവരാശിയെ കേൾപ്പിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ആയിരക്കണക്കിന് പ്രവാചകന്മാരാൽ നയിക്കപ്പെട്ട സമൂഹമാണ് ഇസ്രായേൽ സമൂഹം. നൂറ്റാണ്ടുകളായി അവരെ നയിച്ചത് തന്നെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരായിരുന്നു. ഒരു നബി വഫാത്താകുമ്പോൾ മറ്റൊരു നബിയെ അള്ളാഹു അയച്ചുകൊണ്ടാണ് ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു നയിച്ചിരുന്നത്. ആ സമൂഹത്തിൽ വന്നു ചേർന്ന പോരായ്മകളും ന്യൂനതകളും തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ വിശദമായി നിരൂപണം ചെയ്തതിൻ്റെ ശേഷം അവസാനം പറയുന്ന ചില ഭാഗങ്ങൾ അവരെ ഭൂമിയിൽ പല സമൂഹമാക്കി നാം മാറ്റി, തൊണ്ടുണ്ടാക്കി. നല്ലവരുണ്ടായിരുന്നു അവരിൽ, നല്ലതിനു വേണ്ടി പണിയെടുക്കുന്നവരും ഉണ്ടായിരുന്നു. മറ്റു പലരും അവരിൽ താഴെയായിരുന്നു.
നല്ലതും അല്ലാത്തതുമായി പലതും നൽകിക്കൊണ്ട് അവരെ നാം പരീക്ഷിച്ചു. അവരെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ട് പരീക്ഷിച്ചു. സ്വസ്ഥതയും ദുസ്ഥിതിയും നൽകി പരീക്ഷിച്ചു. അവര് നിലപാടിൽ മാറ്റം വരുത്തുമോ എന്ന് നോക്കാനായിരുന്നു അത്. പിന്നീട് വേറെ ഒരു വിഭാഗം അവരുടെ പിന്നിൽ വന്നു. ആ വിഭാഗം പടച്ചതമ്പുരാന്റെ നിയമസംഹിതകൾ അടങ്ങിയ ഗ്രന്ഥങ്ങളുടെ അനന്തരാവകാശികളായിരുന്നു. അവരാണത് ഏറ്റെടുത്തത്. പടച്ചതമ്പുരാൻ പ്രവാചകന്മാരിലൂടെ എത്തിച്ചു കൊടുത്തിട്ടുള്ള നിയമങ്ങളുടെ സമാഹാരം, അതിന്റെ അനന്തരാവകാശികളായി ഒരു വിഭാഗം നിലവിൽ വന്നു. ആ നിയമസംഹിതകളൊക്കെ വായിച്ചു നോക്കി, ഗ്രഹിച്ചു, പഠിച്ചു, മനസ്സിലാക്കി. എന്നിട്ടും അവരുടെ സ്വഭാവം ഐഹിക ജീവിതത്തിലെ എന്തെങ്കിലും നേട്ടം നേടിയെടുക്കുവാൻ പറ്റുമെന്ന് കാണുമ്പോൾ ആ നിയമങ്ങൾ അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ നേട്ടം അവർ നേടിയെടുക്കും. അവരുടെ ആശ്വാസം എന്തായിരുന്നു എന്നല്ലേ? അങ്ങനെ നമ്മൾ ചെയ്താലും അള്ളാഹുവിന്റെ പൊറുക്കൽ തീർച്ചയായും ഉണ്ടാവും. അള്ളാഹ് നമുക്ക് പുറത്തു തരും. അത്തരം തെറ്റുകളൊക്കെ നമ്മൾ ചെയ്താലും പടച്ചവൻ പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭൗതിക നേട്ടങ്ങൾ അവർ നേടിയെടുക്കുക. എന്നിട്ട് പൊറുക്കലിനെ തേടുകയും ചെയ്യും. വീണ്ടും അതേപോലെയുള്ള നേട്ടങ്ങൾ വരുമ്പോൾ നിയമങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് പിന്നെയും അതിന്റെ പിന്നാലെ അവർ പോകും. ഒരൽപ്പം ഗൗരവത്തോടു കൂടി അള്ളാഹു ചോദിക്കുന്നു, അല്ല, ഈ നിയമസംഹിതകൾ നിങ്ങൾക്ക് നൽകിയപ്പോൾ തന്നെ ആ നിയമസംഹിതകളിലൂടെ നിങ്ങളിൽ നിന്ന് വളരെ ബലിഷ്ഠമായ ഒരു കരാർ അള്ളാഹു സ്വീകരിച്ചിരുന്നല്ലോ. ആ കരാറിന്റെ അടിത്തറ തന്നെ അള്ളാഹുവിന്റെ മേൽ സത്യമല്ലാത്ത ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല എന്നതായിരുന്നു. അള്ളാഹു നൽകിയ നിയമസംഹിതകൾ നിങ്ങൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നല്ലോ. വായിച്ച് ഗ്രഹിച്ച് നിങ്ങൾ പണ്ഡിതന്മാരായി തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ ജീവിച്ചിരുന്നുവല്ലോ. എന്നിട്ടും എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ നിങ്ങൾ. എന്നാൽ ഒരു കാര്യം അവർ മറന്നിരുന്നു. ഐഹിക ജീവിതം വളരെ ക്ഷണികമാണ്, നിസ്സാരമാണ്. ഇന്നലെ നാളെ ഇത് മാത്രമാണ് ഐഹിക ജീവിതം. അതിപ്പോ തീരും. പക്ഷെ അങ്ങനെ തീർന്നു പോകാത്ത, അവസാനിച്ചു പോകാത്ത ഒരു ജീവിതമുണ്ട് ഇതിനപ്പുറം. അതാണ് മറ്റേ ജീവിതം എന്ന് ഖുർആൻ പറയുന്നത്. ദാറുൽ ആഖിറ എന്നാണ് അതിന് പറയുക. മറ്റേ ജീവിതം, നിങ്ങളടുത്ത് നിൽക്കുന്ന ദുന്യവിയായ ജീവിതം, ഐഹിക ജീവിതം, അത് വളരെ പെട്ടെന്ന് തീർന്നു പോകും. എന്നാൽ അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത, തീർന്നു പോകാത്ത മറ്റൊരു ദാറ്, മറ്റൊരു ജീവിതം, അതാണ് ഖൈറിട്ടോ, അതാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുക. സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അങ്ങനെ സൂക്ഷ്മാലുക്കളായ ആളുകൾക്ക് ഉത്തമമായത് അതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാമായിരുന്നല്ലോ. എന്താണ് അങ്ങനെ ചെയ്യാത്തത്? അള്ളാഹുവിന്റെ നിയമങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ നിയമങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവരാ നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെയും ഖൽബിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കുവാൻ വേണ്ടി നമസ്കാരം തുടങ്ങിയ ആരാധനാകർമ്മങ്ങളിൽ അവർ ശ്രദ്ധാലുക്കളാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ ആദർശം നേടിയെടുത്തുകൊണ്ട് ഹൃദയത്തിന്റെ ശുദ്ധീകരണം കർമ്മജീവിതത്തിലൂടെ, ആരാധനകളിലൂടെ നിർവഹിക്കുന്ന നല്ല മനുഷ്യർ, വല്ലദീന യുമസ്സികൂന
എന്ന പ്രയോഗമാണ് ഖുർആൻ ഇവിടെ ഉപയോഗിച്ചത്. മസ്സക്ക, മുറുകെ പിടിക്കുക, ഉറച്ചു പിടിക്കുക. അതിനെതിരിൽ എന്ത് സംഭവിച്ചാലും ആ പിടുത്തം വിടാതെ നിൽക്കുക. പിടിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ കിതാബിനെയാണ്. അള്ളാഹുവിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമസംഹിത. അതിലാണ് അവരുടെ ആദർശം, അതിൽ നിന്നാണ് അവരുടെ വിശ്വാസം വളർന്നു വന്നിട്ടുള്ളത്. അതാണ് അവരുടെ ആദർശത്തിന് രൂപം നൽകിയിട്ടുള്ളത്. അവരുടെ ഹൃദയം ശുദ്ധമാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിന് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഫലപ്രദമായത് നമസ്കാരമാണ്. സ്വലാത്ത്, പ്രാർത്ഥന, നാം നിർവഹിക്കുന്ന പ്രത്യേക രീതിയിലുള്ള ഈ പ്രാർത്ഥന, ആ രീതിയിലല്ലാത്ത പ്രാർത്ഥനകളും ആത്മാർത്ഥമായി ലോകത്ത് നടക്കുന്നുണ്ട്. പ്രാർത്ഥനകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിനെ സ്മരിക്കുന്നത് ആരായാലും എവിടെ വെച്ചായാലും അള്ളാഹുവിന് ഇഷ്ടമാണ്. അതിന്റെ രീതി എന്തായാലും, അതിന്റെ കോലം എങ്ങനെയായാലും. അള്ളാഹുവിന്റെ നിയമസംഹിതയിൽ നിന്ന് ഉടലെടുക്കുന്ന ആദർശം കർമ്മജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ, അവരുടെ മനസ്സിനെ നന്നാക്കിയെടുക്കുവാൻ, ഹൃദയങ്ങളെ കടഞ്ഞ് തെളിയിച്ചെടുക്കുവാൻ പ്രാർത്ഥനകൾ അവർ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു കർമ്മവും നമ്മൾ പാഴാക്കുകയില്ല. ഇന്നല നുളിയു അജ്റൽ മുസ്ലിഹീൻ. നല്ലത് ചെയ്യാനും നല്ലതുണ്ടാക്കാനും വേണ്ടി പണിയെടുക്കുന്ന ആരുടെയും ഒരു പ്രവൃത്തിയും ഒരു കർമ്മവും നമ്മൾ പാഴാക്കുകയില്ല. ഒരുവിധ വിവേചനവുമില്ലാതെ അള്ളാഹു അത് സ്വീകരിക്കുമെന്നാണ്. പക്ഷേ രണ്ട് നിബന്ധനകൾ അവിടെ പറഞ്ഞു. ഒന്ന്, അവരുടെ ആദർശം ഉടലെടുക്കുന്നത് പടച്ചതമ്പുരാന്റെ ദർശനങ്ങളിൽ നിന്നായിരിക്കണം. ഏതെങ്കിലും മനുഷ്യരെവിടെയെങ്കിലും ഇരുന്ന് എപ്പോഴെങ്കിലും എഴുതിക്കൂട്ടിയ എന്തെങ്കിലും തത്വശാസ്ത്രമാകരുത്. ലോകരക്ഷിതാവായ അള്ളാഹു മാനവരാശിക്ക് എണ്ണമറ്റ പ്രവാചകന്മാരിലൂടെ എത്തിച്ചു കൊടുത്തിട്ടുള്ള ദർശനം അതായിരിക്കണം അവരുടെ ആദർശത്തിന്റെ അടിത്തറ. ആ ആദർശത്തിൽ നിന്ന് അവർ അവരുടെ ജീവിതത്തിന് രൂപം നൽകും. അവരുടെ ജീവിതം ആ ആദർശത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായിരിക്കും. ആ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ജീവിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാൻ അവരുടെ ബന്ധം ആ ആദർശം ആരാണോ അവർക്ക് നൽകിയത് ആ രക്ഷിതാവിനോടായിരിക്കും. ആ രക്ഷിതാവിനോടുള്ള ബന്ധം സുദൃഢമാക്കുവാൻ അവർ പ്രാർത്ഥനകൾ നിരതരായിരിക്കും. പ്രവാചകൻ വിവരിച്ചപ്പോൾ പറഞ്ഞു, ഫില്ലൈലി റുഹ്ബാൻ വഫിന്നഹാരി ഫുർസാൻ. പതിരാക്ക് അവർ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന പുരോഹിതന്മാരായിരിക്കും. പകലിൽ അവർ പടയാളികളായിരിക്കും. അപ്പം മനുഷ്യന്റെ ജീവിതത്തിന്റെ സുപ്രധാനമായ മേഖലകളിൽ സജീവരായി നിൽക്കുന്ന അവർ പാതിരാവിന്റെ കൂരിരട്ടിൽ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരായിരിക്കും. ഇത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ വളർന്ന് വലുതായി വികസിക്കേണ്ട ഒരു വലിയ സന്ദേശം പടച്ചതമ്പുരാൻ നൽകിയതാണ്. ആ സന്ദേശം നൽകുന്നതിന് മുമ്പ് അനേകായിരം പ്രവാചകന്മാരിലൂടെ സംസ്കരണ പ്രവർത്തനങ്ങൾ സിദ്ധിച്ച ഇസ്രായേലി സമൂഹത്തെ നിരൂപണം ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇസ്രായേലി സമൂഹത്തിന് ശേഷം ആ ദൗത്യം ഏറ്റെടുത്ത മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളായ മുഅ്മിനുകൾ ആ കോലക്കേട് അവരിൽ വരാൻ പാടില്ല എന്നതുകൊണ്ടാണ് മുഅ്മിനുകളായ നമ്മെ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. പണ്ഡിതന്മാരുടെ ബാധ്യതകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. പണ്ഡിതന്മാരും നായകന്മാരും ചീത്തയായാൽ
ലോകത്തുള്ള മനുഷ്യരൊക്കെ ചിത്തയാവും. പണ്ഡിതന്മാരും നയിക്കുന്നവരും നന്നായാൽ ലോകത്തുള്ള മനുഷ്യരൊക്കെ നന്നാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണത്. എന്റെ ഉമ്മത്തുകളായ മോമിനുകളിൽ 2 കൂട്ടർ നന്നായാൽ ലോകം നന്നാവും, ജനങ്ങൾ മുഴുവൻ നന്നാവും. അവർ ചീത്തയായാൽ ലോകത്തുള്ള മനുഷ്യരൊക്കെ ചീത്തയാവും. അവരെ കുറിച്ച് പറഞ്ഞതാൽ ഉലമാഉൽ ഉമറാ, ആലിമീങ്ങളും അമീറുമാരും എല്ലാം. നമ്മുടെ മനസ്സിലെ ചെറിയ സങ്കുചിതമായ ആലിമും അമീറുമല്ല, ഖുർആനിൽ പറയുന്ന വിശാലാർത്ഥത്തിലുള്ള ആലിമും അമീറുമാണ്. നമ്മൾ അമീർ എന്ന് പറയുമ്പോൾ, ആലിം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ചില സംഘടനകളിൽ ഒതുങ്ങി നിൽക്കുന്ന മതപരമായ വിവരമുള്ള പണ്ഡിതന്മാരെ മാത്രം. അതേപോലെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളെ. ഖുർആനും ഇസ്ലാമും നമ്മളെ പരിചയപ്പെടുത്തിയ ആലിമും ഇൽമും മതപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നമ്മൾ ധരിച്ചതുപോലെ മതപരമായ ചില വേദികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആലിമുകളുമല്ല. നായകന്മാരെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നവർ എന്ന അർത്ഥത്തിലുമല്ല. അധികാരം കയ്യിലെടുത്തുകൊണ്ട് ലോകത്തുള്ള മനുഷ്യരെ ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്നവരെയാണ് അവിടെ ആദ്യമായി അമീർ എന്ന് പറയുമ്പോൾ. അതേപോലെ ലോകത്ത് മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തുന്ന പണ്ഡിതന്മാരെയാണ് ആലിമുകൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ ഏറ്റവും കൂടുതൽ ആലിമുകൾ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ ആ വിഭാഗത്തിൽ. ദീനീപരമായ വിവരമുള്ള ആൾക്കാർക്ക് ഖുർആൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള പദം തന്നെ ഫഖീഹ് എന്നാണ്. ഫഖീഹ്, യതഫഖഹു എന്ന പ്രയോഗമാണ് യഅലമൂൻ എന്ന പ്രയോഗത്തെക്കാൾ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഉപയോഗിച്ചു. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ലോകത്ത് മനുഷ്യരിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന വിവരം നേടുന്നതിനാണ് ഇൽമ് എന്ന് പറയാം. ഞങ്ങൾക്കറിയാമല്ലോ, സുപരിചിതമായ ചരിത്ര സംഭവമല്ലേ ഖുർആൻ വിവരിച്ചത്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അങ്ങകലെ യമനിന്റെ ഏതോ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അർശ് സിംഹാസനം വളരെ പെട്ടെന്ന് എത്തേണ്ടതുണ്ടായിരുന്നു. അതെത്താൻ എന്താണ് മാർഗം എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം അന്വേഷിച്ചു, അത് വളരെ പെട്ടെന്ന് എത്തണമല്ലോ, ആർക്കെത്തിക്കാൻ കഴിയും? ജിന്നുകളിൽ ശക്തനായ ഒരാൾ പറഞ്ഞു, താങ്കൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനിവിടെ കൊണ്ടുവരാം, അതിനെനിക്ക് കഴിയുന്നു. ഖുർആൻ ഓതാത്തത് അത്രയും സമയം വേണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അതുപോലെ അതിന്റെ മുമ്പ് മഹാറാണിയും പരിവാരവും ഇവിടെ എത്തുമല്ലോ, അതിന് മുമ്പ് കിട്ടണം. അപ്പോൾ ഫഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, കിതാബിൽ നിന്ന് വിവരമുള്ള ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന് കിതാബിൽ നിന്നുള്ള വിവരമുണ്ടായിരുന്നു, ഇൽമുണ്ടായിരുന്നു. അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, നിന്റെ കണ്ണിങ്ങോട്ട് തെറ്റിക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാം. പറഞ്ഞാൽ മുകളിലേക്ക് നോക്കി താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് ഞാനവിടെ എത്തിക്കാം. അതിന്റെ അപ്പുറം പറയുന്ന ഫലമ്മ റആഹു മുസ്തഖറൻ, അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ ആ സിംഹാസനം അവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുമ്പിൽ അത് നിൽക്കുന്നത്, അത് അവിടെ സ്ഥിതി ചെയ്യുന്നത് കണ്ടപ്പോൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി, എന്റെ റബ്ബിന്റെ അനുഗ്രഹമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞുപോയി. ഖുർആൻ തന്നെ പറയാം. അതിനവിടെ ഇൽമ് എന്നാണ് ഉപയോഗിച്ചത്. അതേപോലെ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ലോകത്തിൽ നിലവിലുള്ള വലിയ 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 കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞതിന്റെ അവസാനമാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നമ്മൾ പറയുന്ന കർമ്മശാസ്ത്ര വിവരമോ
മതപരമായ മറ്റ് അറിവുകളോ പറഞ്ഞുകൊണ്ടല്ല. ആകാശങ്ങളിലേക്ക് ചിന്തിക്കുവാൻ, ഭൂമിയിലേക്ക് ചിന്തിക്കുവാൻ, ദിനരാത്രങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ, സസ്യലതാദികളെക്കുറിച്ച്, മരങ്ങളെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, അതേപോലെ തന്നെ വലിയ വലിയ നദികളെക്കുറിച്ച്, പടച്ചതമ്പുരാൻ വർഷിച്ചുകൊണ്ടിരിക്കുന്ന മഴ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പറഞ്ഞുകൊണ്ട് അവസാനം പറയുകയാണ്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെടുക അവന്റെ അടിയാറുകളിലെ ആലിമീങ്ങളാണ്. അപ്പൊ ആലിം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പരിമിതമായി ചുരുങ്ങി കുടുങ്ങി ചെറുതായി നിൽക്കുന്ന മതപരമായ അറിവുകൾ ഉള്ളവർ എന്നതല്ല. ലോകത്തെ നയിക്കുന്നത് വിവരമുള്ളവരും അതേപോലെ അവരുടെ പിന്തുണയോടുകൂടി ചില ഭരണാധികാരികളുമാണ്. ഭരണാധികാരികൾ എങ്ങനെ വന്നാലും ഭരണാധികാരികളാണ്. അവരെങ്ങനെയാണ് ഭരണരംഗത്ത് വരേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ചയല്ല നമ്മൾ നടത്തേണ്ടത്. അവരെങ്ങനെ വന്നാലും പടച്ച തമ്പുരാൻ അവന്റെ പ്രവാചകന്മാരിലൂടെ മാനവരാശിക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള നിയമസംഹിതകൾ നടപ്പിലാക്കുവാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ, അവര് രാജാക്കന്മാരെന്ന പേരിൽ അറിയപ്പെട്ടാലും, അതല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റുമാരെന്നോ, അതല്ലെങ്കിൽ അമീറുമാരെന്നോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിൽ എങ്ങനെ അറിഞ്ഞാലും ഖലീഫ എന്നറിഞ്ഞാലും, അവര് അവരുടെ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ നടപ്പിലാക്കുന്ന നിയമങ്ങൾ ലോകരക്ഷിതാവായ അല്ലാഹു അവന്റെ അംബിയാ മുർസലുകളിലൂടെ മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുത്ത നിയമസംഹിതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവര് രാജാവായാലും വിരോധമില്ല, ഖലീഫയായാലും വിരോധമില്ല. അവരെ മറ്റേതെങ്കിലും പേരിൽ പ്രസിഡന്റ് എന്ന പേരിലോ അമീർ എന്ന പേരിലോ എങ്ങനെ അറിഞ്ഞാലും വിരോധമില്ല. പക്ഷെ അവർ നടപ്പിലാക്കേണ്ടത് ഇതാണ്. അവർക്കത് സ്വന്തം നടപ്പിലാക്കാൻ കഴിയുകയില്ല. അവിടെയാണ് ആലിമീങ്ങൾ ആവശ്യമായി വരുന്നത്. ആ ആലിമീങ്ങളാണ് അവരെ നയിക്കേണ്ടത്. അവരാണ് അവരുടെ കൂടിയാലോചനാ സമിതിയിൽ ഉണ്ടാകേണ്ടത്. പള്ളിയിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന കാര്യം മാത്രമല്ല, റമദാനിൽ നോമ്പ് പിടിക്കേണ്ടത് എങ്ങനെയെന്നതുമല്ല, അതുമാത്രമല്ല ഹജ്ജിന് പോകാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ടവരുമല്ല അവർ. മറ്റേതെങ്കിലും വിധത്തിലുള്ള കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ മാത്രമല്ല, അതും അവർ കൈകാര്യം ചെയ്യണം. അതേസമയം ഈ കലങ്ങി പറഞ്ഞ ഭൂലോകത്തിലെ മനുഷ്യ സമൂഹത്തിന്റെ അവസ്ഥകൾ അവർ കൈകാര്യം ചെയ്യണം. എന്താണ് ഈ മനുഷ്യരെ മോചിപ്പിക്കുവാനുള്ള മാർഗം എന്ന് ഈ ആലിമീങ്ങൾ കൈകാര്യം ചെയ്യണം. ആധുനിക കാലഘട്ടത്തിൽ മാനവരാശി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് വിവരിച്ച് നമ്മൾ സമയം കളയേണ്ടതില്ലല്ലോ. പോരാത്തരങ്ങളും മോശത്തരങ്ങളും വിവരിക്കുന്നതിനേക്കാൾ നല്ലത് അതിന് പകരം എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയലാണ്. അതുകൊണ്ട് ലോകത്തെക്കുറിച്ച് അറിയുന്ന നിങ്ങളോട് അത് പറയേണ്ടതില്ല. അതിൽ മാറ്റം വരുത്തുവാൻ ആരാണ് ചിന്തിക്കേണ്ടത്? ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വേണ്ടാവൃത്തികൾ ഇല്ലാതാകുവാൻ ഒരു പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഒരു പണ്ഡിതൻ പ്രസംഗിച്ചാൽ മതിയാകുമോ? പണ്ഡിതന്മാർ വിവിധ മേഖലകളിൽ പണ്ഡിതന്മാരായി കഴിഞ്ഞുകൂടുന്നു. അവരാണ് രാജ്യം നയിക്കുന്നത്, അവരാണ് ജനങ്ങളെ നയിക്കുന്നത്. എഞ്ചിനീയർമാര്, ഡോക്ടർമാര്, അതേപോലെ തന്നെ മറ്റു പല വിവരങ്ങളുമുള്ള മനുഷ്യർ, ആ മനുഷ്യരൊക്കെ ആലിമീങ്ങളാണ്. ഒരു ഡോക്ടർ വലിയ ആലിമാണ്. അയാൾ എത്ര വളരുന്നു അത്രയും വലിയ ആലിമാകും അദ്ദേഹം. ആ ആലിമായ ഡോക്ടർ, അതേപോലെ തന്നെ ലോകത്തിന് ഡിസൈൻ നൽകുന്ന ആലിമായ എഞ്ചിനീയർ, അതേപോലെ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആലിമായ കളക്ടർ, ആലിമായ മന്ത്രി, അതേപോലെ ആലിമുകളായ ഉദ്യോഗസ്ഥന്മാർ, ആ ആലിമുകളായ ഉദ്യോഗസ്ഥന്മാരും ആലിമുകളായ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും മാനവരാശിക്ക് ഗുണം ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് പ്രവാചകന്മാർ ഈ ലോകത്ത് കൊണ്ടുവന്ന സന്ദേശത്തിന്റെ ആകത്തുക. അള്ളാഹു നൽകിയതും അതാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജോലി വിട്ടുകൊണ്ട് നീ പള്ളിയിൽ വന്ന് ഇമാമാകണമെന്ന് പറയേണ്ടതില്ല. പള്ളിയിലെ ഇമാമ പള്ളിയിൽ ഇമാമത്ത് നിൽക്കും. ആ ഓഫീസിൽ ജോലി ചെയ്യുന്നവൻ അവിടെ ജോലി ചെയ്യും.
അതേപോലെ ജോലിയിൽ ഒരുപാട് ഉയർന്നവരും താഴ്ന്നവരുമായി ആളുകളുണ്ടാകും. കൽപ്പന ഏറ്റുവാങ്ങുന്നവരുണ്ടാകും, കൽപ്പന കൊടുക്കുന്നവരുണ്ടാകും. അവിടെയൊക്കെ പ്രവാചകന്മാരുടെ സന്ദേശത്തിന്റെ വിശദാംശങ്ങളിൽ നമുക്ക് നിർദ്ദേശങ്ങൾ കാണാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ വേലക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനോട് ആ വേലക്ക് നിർത്തിയ മനുഷ്യൻ എങ്ങനെ പെരുമാറണമെന്ന് അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾ ലോകത്തെ പഠിപ്പിച്ചു. മോശമായി പെരുമാറിയാൽ ശക്തമായ താക്കീത് നൽകി. സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഒരാള് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ഖാദിമിനെ അടിച്ചു. പറയാണ് അദ്ദേഹം, സംഭവം പറയാം, ഞാനല്ല അടിച്ചത്, ഞങ്ങളെ വീട്ടിലെ 6-7 മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ മകനൊന്ന് അടിച്ചു. ഒരു ഖാദിമെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു ഖാദിമാണ് ഒരു തൊഴിലാളി എന്ന് മനസ്സിലാക്കിയാൽ മതി. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ ഖാദിമിനെ സ്വതന്ത്രനാക്കി വിടുക. അത് തല്ലാനുള്ളതല്ല. പക്ഷെ അള്ളാന്റെ റസൂലെ തല്ലിപ്പോയി നമ്മളെ അനുജനെ തല്ലിയത്. അനുജനാണോ ജ്യേഷ്ഠനാണോ അത് നമുക്കറിയില്ല. അവനെ നിങ്ങൾക്ക് തല്ലാൻ പാടില്ല. അവനെ മനുഷ്യനാ. ആ മനുഷ്യനെ തല്ലാനുള്ള അധികാരം നിങ്ങൾക്കില്ല. അതുകൊണ്ട് അവനെ സ്വതന്ത്രനാക്കി വിടണം. അവരോടെങ്കിലും പോയി പണിയെടുത്തോട്ടെ. അത് മാത്രമല്ല, ഈ കലുഷിതമായ ലോകത്ത് മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം നൽകുവാൻ പടച്ച തമ്പുരാൻ നൽകിയ ദർശനങ്ങളിലെ അത്ഭുതകരമായ ദർശനങ്ങൾ, നിർദ്ദേശങ്ങൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ തൊഴിലാളി പ്രശ്നം. എത്ര സമർത്ഥമായി അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഒരു വിഷയം ഞാനിങ്ങനെ സൂചിപ്പിക്കുകയാണ്. ലോകത്തിന് ഏറ്റവും നല്ല ഒരു ട്രേഡ് യൂണിയൻ സംവിധാനം നൽകേണ്ടത് പടച്ച തമ്പുരാന്റെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്. അതിന്റെ അടിസ്ഥാനങ്ങൾ, ഇസ്ലാമിന്റെ സംവിധാനങ്ങൾ, ഒരു 10-12 സംവിധാനങ്ങൾ ആ വിഷയകമായി ചിന്തിച്ച പണ്ഡിതന്മാരെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് 10-12 വിശദീകരണങ്ങളിലെ ഒറ്റ കാര്യം, ഒന്നാമത്തത് പണി എന്നത് അന്തസ്സുള്ള കാര്യമാണ്. പണിയെടുക്കാതിരിക്കുക എന്നതാണ് അന്തസ്സില്ലാത്തത്. പണി അമൽ ശറഫാണ്. അവിടെ തൊഴിലാളി മുതലാളി എന്ന വിവേചനമില്ല. തൊഴിലെടുക്കുന്നവൻ തൊഴിലിന്റെ ഉടമ. ആമിൽ റബ്ബുൽ അമൽ, അതാണ് ഇസ്ലാമിന്റെ പ്രയോഗം. തൊഴിലിന്റെ ഉടമ, തൊഴിൽ എന്നാൽ തൊഴിൽ സ്ഥാപനത്തിന്റെ ഉടമ, അയാൾ തൊഴിലെടുക്കണം. തൊഴിലാളി എന്ന് പറഞ്ഞ ഒരു വിഭാഗവും മുതലാളി എന്ന് പറയുന്ന തൊഴിലെടുക്കാത്ത വേറൊരു വിഭാഗവും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലില്ല. തൊഴിൽ ഒരു അനുഗ്രഹമാണ്. തൊഴിലാളി ചുമതലയുള്ളവനാണ്, തൊഴിലുടമ ചുമതലയുള്ളവനാണ്. കൂലിയില്ലാത്ത തൊഴിലില്ല. അതേപോലെ തന്നെ തൊഴിലിന്റെ വ്യത്യാസമനുസരിച്ചായിരിക്കണം കൂലി നിശ്ചയിക്കേണ്ടത്. കൂലി എന്നത് അവകാശമാണ്, അത് ഔദാര്യമല്ല. തൊഴിലാളി ജോലി ചെയ്യുന്ന മനുഷ്യന് വിശ്രമിക്കുവാൻ അവകാശമുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തൊഴിൽ ചെയ്യുന്ന ആളുടെ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കണം. അതേപോലെ സമൂഹം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഏറ്റെടുക്കണം. വേറെ മാർഗമില്ലെങ്കിൽ ഒരു തൊഴിൽ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ തൊഴിലാളി വ്യവസ്ഥയുടെ ഒരു ട്രേഡ് യൂണിയന്റെ ചില അടിസ്ഥാനങ്ങൾ അതിലൊതുങ്ങണില്ലാതെ ഈ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഒരു നല്ല തൊഴിൽ സംവിധാനത്തിന് രൂപം നൽകുവാൻ നമുക്ക് കഴിഞ്ഞില്ല. കഴിയാതെ പോയതിന്റെ നമ്മൾ പണ്ഡിതന്മാര് എന്ന് പറഞ്ഞത് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമുള്ള ഒരു പേരാക്കി കൊടുത്ത് അവർക്കാകെ കൈകാര്യം ചെയ്യാനുണ്ടാകുക നമ്മൾ സാധാരണ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങളുടെ സവിശേഷതകൾ മാത്രമായിരിക്കും.
അതിൽ നിന്നൊന്ന് മാറി ലോകത്തുള്ള ഇസ്ലാമിക സമൂഹം ആരാധനാകർമ്മങ്ങളുടെ സ്ഥാനത്ത് അവയെ നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യൻ ജീവിക്കുന്ന മേഖലകളിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറാകണം. അങ്ങനെ ലോകത്തിന് ഒരു തൊഴിലാളി വ്യവസ്ഥ നൽകിയാൽ, ഒരു മുതലാളി വ്യവസ്ഥ നൽകിയാൽ, മുതലാളിത്തത്തെയും തൊഴിലാളി സമ്പ്രദായങ്ങളെയും ഘോരഘോരം രൂക്ഷമായി വിമർശിക്കുന്നതിന് പകരം ഒരു ബദൽ സംവിധാനം സമർപ്പിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ മനസ്സ് അങ്ങോട്ട് തിരിച്ചുവിടുവാൻ ആലിമകൾക്ക് കഴിയണം. ആലിമകൾ എന്ന് പറഞ്ഞാൽ മതപണ്ഡിതന്മാർക്ക് കഴിയണമെന്നല്ല, ഇസ്ലാമിൽ വിവരമുള്ള, ലോകവിജ്ഞാനമുള്ള, അതുപോലെ സാങ്കേതിക മേഖലകളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അറിവ് നേടിയിട്ടുള്ള ആളുകൾക്ക് കഴിയണം. അവർക്ക് നേതൃത്വം നൽകുവാൻ ഇസ്ലാമിക പണ്ഡിതന്മാർക്കും കഴിയണം. അല്ലാഹു അങ്ങനെ ഈ സമൂഹത്തെ വളർത്തിയെടുക്കുമാറാകട്ടെ. വാഹിറു ദുആഇ.